കപ്പിനും ചുണ്ടിനുമിടയിൽ എല്ലാ സ്ഥാനങ്ങളും നഷ്ടമായ ചരിത്രമാണ് കേരള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശനുള്ളത്. 69 വർഷത്തെ ഐക്യ കേരള ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. എം.എസ്. നമ്പൂതിരിപ്പാടിനും വി.എസ്. അച്യുതാനന്ദനും ശേഷം ഒരു തവണ പോലും മന്ത്രിസ്ഥാനം വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുന്ന മൂന്നാമത്തെ മാത്രം മലയാളി. അതെ, ചരിത്രം ആവർത്തിക്കുകയാണ്. 2021 തുടർച്ചയായി രണ്ടാം വട്ടവും UDF നേരിട്ട പരാജയത്തിൽ നിന്ന് തിരിച്ചുവരവിന് കണ്ടെത്തിയ മൃതസഞ്ജീവനിയായിരുന്നു VDS എന്ന അണികൾ ഇന്ന് ആവേശപൂർവ്വം വിളിക്കുന്ന വി.ഡി. സതീശൻ. ചിട്ടയായും കഠിനമായും പാർട്ടിയെയും മുന്നണി നേതാക്കളെയും കോർത്തിണക്കി 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം UDFന് 102 സീറ്റ് എന്ന ചരിത്ര നേട്ടമായിരുന്നു. അദ്ദേഹത്തെ തടയാൻ ചില കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ നടന്നപ്പോൾ അണികളും ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധം ആളിക്കത്തിച്ചു. അണികളുടെ എണ്ണം ചിലപ്പോൾ കുറവായിരുന്നിരിക്കാം, പക്ഷേ ജനങ്ങളുടെ വികാരം അത് വലുതായിരുന്നു. ആ ജനവികാരം നൽകിയ സന്ദേശം ചെറുതൊന്നുമായിരുന്നില്ല. ഒടുവിൽ ഹൈക്കമാൻഡിന് ആ ജനവീര്യത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. സതീശൻ അങ്ങനെ മുഖ്യമന്ത്രി കിരീടമണിഞ്ഞു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട VDS. എറണാകുളത്തെ നിട്ടൂരിൽ നിന്ന് ക്ലിഫ് ഹൗസ് വരെ അദ്ദേഹം നടന്നു കയറുമ്പോൾ അദ്ദേഹത്തിന്റെ കനൽ പദങ്ങളുടെ പൂർണ്ണ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എറണാകുളം ജില്ലയിലെ നിട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വിലാസിനിയമ്മയുടെയും മകനായി 1964 മെയ് 31 വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ ജനിച്ചത്. നെട്ടൂർ SVUP സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് പനങ്ങാട് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് BA ബിരുദവും രാജഗിരിയിൽ നിന്ന് MSW കരസ്ഥമാക്കിയ അദ്ദേഹം എറണാകുളം ലോ കോളേജിൽ നിന്നും LLB, തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് LLM ബിരുദങ്ങൾ കരസ്ഥമാക്കി. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലൂടെയായിരുന്നു സതീശൻ പൊതുരംഗത്ത് സജീവമായത്. കലാലയ കാലഘട്ടത്തിൽ മികച്ച സംഘാടകനായും പ്രാസംഗികനായും അദ്ദേഹം പേരെടുത്തു. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറി, MG കേരള സർവകലാശാലയിൽ യൂണിയൻ കൗൺസിലർ, 1986-87 MG സർവകലാശാല യൂണിയൻ ചെയർമാൻ, NSU ദേശീയ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്കും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ പലപ്പോഴും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷ പദങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയില്ല എന്നല്ല, തേടിയെത്തിയപ്പോഴെല്ലാം ഗ്രൂപ്പ് കളികൾ കാരണം അദ്ദേഹത്തിന് അത് പലവട്ടം നഷ്ടമായി. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ഒരിക്കൽ അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് കേരള ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. പിന്നീട് 1996 AK ആന്റണിയാണ് സതീശനെ വീണ്ടും മുഴുവൻ സമയ രാഷ്ട്രീയ രംഗത്തേക്ക് മടക്കിക്കൊണ്ടുവന്നത്. അന്ന് LDF കോട്ടയായ പറവൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും അവിടെ 5 വർഷം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച 2001 പറവൂർ പിടിച്ചെടുത്തു. 2006 നിയമസഭയിൽ പ്രതിപക്ഷത്തെ അതിശക്തനായ നേതാവായി മാറിയ സതീശനെ അടുത്ത UDF സർക്കാരിൽ മന്ത്രിയായി കണ്ടവർ നിരവധി പേരാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ധനകാര്യ മന്ത്രിയാകുമെന്ന് ചിലരും നിയമസഭാ സ്പീക്കറാകുമെന്ന് മറ്റു ചിലരും ഉറപ്പായും കരുതി. സതീശനും അങ്ങനെ കരുതി. പക്ഷെ ഫലം അത് മറിച്ചായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ ഒന്നും ലഭിച്ചില്ല. നിയമസഭയിൽ വെറും 4ാം നിരയിലാണ് അദ്ദേഹത്തിന് അന്ന് സീറ്റ് ലഭിച്ചത്. രമേശ് ചെന്നിത്തല 2012 KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് വന്നപ്പോൾ വി.ഡി. സതീശനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് പ്രതീക്ഷിച്ചവർ നിരവധിയാണ്. എന്നാൽ അവിടെയും സതീശൻ തടയപ്പെട്ടു. ഒടുവിൽ 2021 പാർട്ടിയും മുന്നണിയും ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ഒരു രക്ഷകനെ കണ്ടത് സതീശനിലാണ്. അതാണ് സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ ഔദ്യോഗിക സ്ഥാനം. സാങ്കേതികമായി പറഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രി പദവി. ഇന്ന് സതീശനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും ഒരു ക്യാബിനറ്റ് മന്ത്രിയല്ല, മന്ത്രിസഭയുടെ ക്യാപ്റ്റൻ ആക്കുകയാണ്. 1957 EMS ആദ്യമായി ഐക്യ കേരള മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം അതിനു മുമ്പ് മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നില്ല. 69 വർഷത്തെ ഐക്യ കേരള ചരിത്രത്തിൽ EMSഉം വി.എസ്. അച്യുതാനന്ദനും ഒഴികെ മറ്റെല്ലാ നേതാക്കളും മന്ത്രിമാരായ ശേഷമാണ് മുഖ്യമന്ത്രിമാരാകുന്നത്. EMSനും വി.എസ്. അച്യുതാനന്ദനും ശേഷം മന്ത്രിയാകാതെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന മൂന്നാമത്തെ കേരള നേതാവായി സതീശൻ മാറുകയാണ്. 61ാം വയസ്സിലും 30കളുടെ ചെറുപ്പവും മനസ്സുമാണ് സതീശനെ ചെറുപ്പക്കാരുടെയും ജെൻസുകളുടെയും മനസ്സിൽ പ്രിയങ്കരനാക്കുന്നത്. ആദ്യമായി കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് വി.ഡി. സതീശൻ എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. 1962
സെപ്റ്റംബർ 26 ആർ ശങ്കർ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് 53 വയസ്സായിരുന്നു പ്രായം. 1977 മാർച്ച് 25 കെ കരുണാകരൻ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 58 വയസ്സായിരുന്നു. രാജൻ കേസിൽ ഹൈക്കോടതി വിധി എതിരായതോടെ 1 മാസം മാത്രമായ മുഖ്യമന്ത്രി പദം കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. പിന്നാലെ 1977 ഏപ്രിൽ 27 എ കെ ആന്റണി കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 36 വയസ്സായിരുന്നു. 2004 ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 60 വയസ്സായിരുന്നു. 2006 മെയ് 18 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ 82 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും ഉയർന്ന പ്രായത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയായതും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ്. 2016 ആദ്യമായി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 71 വയസ്സായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വി ഡി സതീശൻ ആദ്യമായി മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായി വിജയനേക്കാളും 10 വയസ്സിന് ഇളയതാണെന്ന് പറയാം. വടശ്ശേരി ദാമോദരൻ സതീശൻ ഇന്ന് ജനങ്ങളുടെ പ്രിയപ്പെട്ട VDS ആണ്. ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയതോടെ നിരാശ പൂണ്ട കോൺഗ്രസിനെയും UDF-നെയും തിരിച്ചു കൊണ്ടുവന്നത് സതീശന്റെ ഉറച്ച വാക്കും നിലപാടുകളുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ ജനം തെരുവിലിറങ്ങി, പ്രതിഷേധം ആളിക്കത്തി, പ്രതിഷേധക്കാരുടെ എണ്ണത്തെയൊക്കെ മാറ്റി നിർത്തി. ഒടുവിൽ സതീശനെ തന്നെ മുഖ്യമന്ത്രി കിരീടം അണിയിച്ചു. ഇതേ അവസ്ഥ മുമ്പ് നമ്മൾ കണ്ടത് 2011 തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു. 2006 മുഖ്യമന്ത്രി ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ വി എസ് അച്യുതാനന്ദന് 2011 CPM സീറ്റ് നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ ജനപ്രീതിയും അഴിമതിക്കെതിരെയുള്ള കർശന നിലപാടുകളും പക്ഷേ പാർട്ടി കണക്കിലെടുത്തില്ല. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനുമായി ഉണ്ടായ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്ന പോരുമാണ് ഈ നാടകീയ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. വി എസിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒതുക്കലായിരുന്നു അന്നത്തെ ലക്ഷ്യം. സീറ്റില്ലെന്ന വാർത്ത പുറത്തു വന്നതോടെ കേരളത്തിലുടനീളം അണികളും ജനങ്ങളും തെരുവിലിറങ്ങി. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നേതൃത്വത്തെ ഞെട്ടിച്ചെങ്കിലും പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള നടപടികൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനുമായി കൊമ്പുകോർത്ത വി എസ് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ നിലപാടെടുത്ത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിരുന്നു. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ലഭിച്ചു. ജനകീയ പ്രതിഷേധം രൂക്ഷമായതോടെ പാർട്ടി നേതൃത്വത്തിന് വി എസിനെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമായി. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തിരുത്തിക്കൊണ്ട് പോളിറ്റ് ബ്യൂറോ വി എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം വന്ന ദിവസം പത്രസ്ഥാപനങ്ങൾക്കെല്ലാം അവധിയായിരുന്നു. എന്നിട്ടും മലയാളത്തിലെ ഒരു പ്രധാന പത്രം 4 പേജുള്ള പ്രത്യേക പതിപ്പിറക്കി. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വി എസ്. അതെ, ഒടുവിൽ മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച വി എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. തിരഞ്ഞെടുപ്പിൽ LDF 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടെങ്കിലും വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റു. മുന്നണി വിജയിച്ചാൽ വി എസിനെ മുഖ്യമന്ത്രിയാക്കാൻ വീണ്ടും ജനവികാരം അലയടിക്കുമെന്ന് മനസ്സിലാക്കിയ CPM നേതൃത്വം ചില മണ്ഡലങ്ങളിൽ മനഃപൂർവ്വം പരാജയം ഏറ്റുവാങ്ങിയതാണെന്നാണ് പിന്നീട് ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്നാരോപിച്ച് 2009 ജൂലൈ 12 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി എസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ PB അംഗമായിരുന്നില്ല. എന്നാൽ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായാണ് അദ്ദേഹം 5 കൊല്ലം പൂർത്തിയാക്കിയത്. പിന്നീട് അദ്ദേഹം ഒതുക്കപ്പെട്ടെങ്കിലും വി എസ് ഇല്ലാതെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VDS തരംഗമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. വി എസിന് ശേഷം VDS അത്രമേൽ ജനകീയനായ മുഖ്യമന്ത്രിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ രാജകുമാരൻ എന്ന വിശേഷണം വി ഡി സതീശന് ഏറ്റവും അനുയോജ്യമാണ്. കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ടുള്ള അവതരണങ്ങളും ഭരണപക്ഷത്തെ വിറപ്പിക്കുന്ന വാദമുഖങ്ങളും കൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരിടം ഇതിനോടകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പറവൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും വലിയൊരു പാഠപുസ്തകമാണ്. 12ാം നിയമസഭയിൽ കോൺഗ്രസിന്റെ വിപ്പ് പദവി വഹിച്ച അദ്ദേഹം സഭാ നടപടിക്രമങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. അന്യ സംസ്ഥാന ലോട്ടറിക്കെതിരെ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ സംവാദങ്ങളും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കുമായി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ സംവാദവും കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയേതര നിലപാടുകളും സ്വീകരിച്ച അദ്ദേഹം നിയമസഭയിലെ ഹരിത MLA-മാരുടെ സംഘത്തിനും നേതൃത്വം നൽകി. സംഘടനാ തലത്തിൽ AICC സെക്രട്ടറി, 2014 KPCC വൈസ് പ്രസിഡന്റ്. ഇതാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. ഒരിക്കൽ എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആ വക്കീൽ ഇന്ന് കേരളത്തിന്റെ ക്യാപ്റ്റനാണ്. തടയപ്പെട്ടവർക്കും ഒതുക്കപ്പെട്ടവർക്കും വേണ്ടി കാലം കരുതിവെച്ച മധുര പ്രതികാരം. വായനയെ പ്രണയിക്കുന്ന, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഈ മുഖ്യമന്ത്രി കേരളത്തെ എങ്ങോട്ട് നയിക്കും? അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്.
സതീശൻ എന്ന ജനനായകനെ കുറിച്ചുള്ള നിങ്ങളുടെ വികാരം എന്താണ്? താഴെ കമന്റ് ചെയ്യുക.